അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കായിലെ ഖുറൈശികൾ ഹുദൈബിയ സന്ധി ലംഘിച്ച സംഭവത്തിനെ തുടർന്ന് നബി തങ്ങൾ ഉദ്ദേശിക്കുന്ന നീക്കങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം അതീവ രഹസ്യങ്ങളായിരുന്നു എന്ന് നാം പറഞ്ഞു. എത്രമാത്രം തൻ്റെ സ്വന്തം പ്രേയസിയായിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് പോലും അക്കാര്യം നബി തുറന്നു പറഞ്ഞിരുന്നില്ല. അവരുടെ പിതാവായിരുന്ന നബിയുടെ വലങ്കയായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും അക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, നേരത്തെ ബനു ഖുസാഅക്കാരുടെ ഔദ്യോഗിക പ്രതിനിധി സംഘം മദീനയിൽ വന്നിരുന്നു വിവരങ്ങൾ കൈമാറാൻ വേണ്ടി, ബുദൈൽ ബിൻ വർഖാഇൻ്റെ നേതൃത്വത്തിൽ. അവരോടും ആ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും നബി പറഞ്ഞിരുന്നില്ല. നബിയുടെ ഉദ്ദേശം നമ്മൾ പറഞ്ഞു. ഇത് സംഗതി, ഈ വാർത്ത പുറത്തിറങ്ങിയാൽ മക്കായിൽ പ്രതിരോധത്തിനുള്ള ഒരു ശ്രമം ഉണ്ടാകാതിരിക്കുകയില്ല എന്ന് നബി മനസ്സിലാക്കുന്നു. അങ്ങനെ ഉണ്ടായാൽ അതൊരു യുദ്ധത്തിലായിരിക്കും കലാശിക്കുക. അത് നബി ആഗ്രഹിക്കുന്നില്ല. മക്കായുടെ പരിശുദ്ധമായ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ നിണം, രക്തം വീഴരുത് എന്നാണ് മഹാനായ നബിയുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമായി കാര്യങ്ങളെല്ലാം നീക്കുന്നത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമയത്ത് മറ്റൊരു കാര്യം കൂടി ചെയ്തു. അതെന്താണെന്ന് ചോദിച്ചാൽ, അത് ഇതിനിടയിൽ മക്കയിൽ നിന്ന് ഈ വാർത്ത വന്നതിൻ്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബത്ന് ഇളം എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് ഒരു സൈനിക നീക്കം നടത്തുകയുണ്ടായി. ചെറിയ സൈനിക നീക്കമായിരുന്നു. ഏകദേശം ഒരു 7-8 ആൾക്കാർ മാത്രമുള്ള അബൂ ഖത്താദ ബിൻ റബീഇ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ദൗത്യ സംഘത്തെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചത്. അപ്പോൾ മദീനയിൽ നിന്ന് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു ദൗത്യ സംഘം യാത്ര പുറപ്പെടുമ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ എന്താണ് വിഷയം, എന്താണ് അവിടുത്തെ വെല്ലുവിളി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ സംസാരമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ജനങ്ങളുടെ ആ ഒരു ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചുവിടാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്തത്. വളരെ അടുത്തുള്ളൊരു സ്ഥലത്തേക്കായിരുന്നു. ചരിത്രങ്ങൾ പറയുന്നത് 3 ബുർദ് മാത്രം അകലെയുള്ള ഒരു സ്ഥലത്തേക്കെന്നാണ്. 3 ബുർദ്. ഈ ബുർദ് എന്ന് പറയുന്നത് അറബികളുടെ മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. പണ്ട് അഞ്ചലോട്ടക്കാരൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹമാണ് കത്തുകൾ കൊണ്ട് തന്നിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. അറേബ്യയിലും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിൽപ്പെട്ട ഒന്നാണ് ഈ തപാൽ എന്ന് പറയുന്നത്. ഈ തപാലുമായിട്ട് ഒരാൾ ഓടുകയാണ് ചെയ്യുക. എന്നിട്ട് ഒരു നിശ്ചിത അകലത്തിൽ വേറൊരാൾ നിർത്തിയിട്ടുണ്ടാകും. അവിടെ നിന്ന് ആ തപാൽ സ്വീകരിച്ചുകൊണ്ട് അയാൾ പിന്നെ അവിടെ നിന്ന് ഓടിപ്പോകും അടുത്ത തപാലിലേക്ക്. അങ്ങനെ ആ തപാലുകളുടെ കൈമാറ്റത്തിൻ്റെ കേന്ദ്രങ്ങളെയാണ് സത്യത്തിൽ ബുർദ് എന്ന് പറയുന്നത്. നമ്മളെ ഇന്നത്തെ ഒരു ഏകദേശ ധാരണയും കണക്കും അനുസരിച്ച് ഏകദേശം ഒരു 84 കിലോമീറ്ററോളം, അതായത് ഒരു ബുർദ് എന്ന് പറഞ്ഞാൽ 12 കിലോമീറ്ററാണ് ഏകദേശം. അങ്ങനെയുള്ള 4 ബുർദ് അല്ലെങ്കിൽ 3 ബുർദ് എന്നൊക്കെ പറയുന്ന അത്രയും ദൂരമാണ്. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 80ഓളം കിലോമീറ്റർ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമയത്ത് ഒരു സൈനിക നീക്കം നടത്തുന്നത്. അപ്പോൾ ഇത് തന്നെ റമളാൻ 8-ാം തീയതിയാണ്. റമളാൻ 10-ാം തീയതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത നീക്കം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മളതിൻ്റെ ചരിത്രം പറയാം. അപ്പോൾ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ തികച്ചും വ്യത്യസ്തമായൊരു സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ ഒരു സരീയത്തിനെ പറഞ്ഞയക്കുകയുണ്ടായി. അപ്പോൾ അത് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടി ഉള്ള ഒന്നായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്നതിനിടയിൽ എന്തോ നടക്കാൻ പോകുന്നുണ്ട് എന്ന സമീപ ഭാവിയിൽ എന്ന ഒരു പ്രതീക്ഷ പൊതുവെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായ വിവരം ആർക്കും ലഭിച്ചിട്ടില്ലാത്തതിനാൽ ആരും അത് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാരോടും വ്യക്തമായി പറഞ്ഞതുമില്ല ആ സമയത്തൊക്കെ. ഇതിനിടയിൽ വലിയ അത്ഭുതകരമായൊരു സംഭവമുണ്ടായി. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബിമാർക്കിടയിൽ ഇരിക്കുന്നതിനിടയിൽ നബിക്ക് ഒരു ദിവ്യ സന്ദേശം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹു വിളിച്ചു, പിന്നെ ഒരു സഹാബിയെയും വിളിച്ചു. ആ സഹാബി ആരാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അത് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ആണ് എന്നൊരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ അല്ല സുബൈർ ബിൻ അൽ അവാം റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന മറ്റൊരു അഭിപ്രായവും ഈ ചരിത്രത്തിലുണ്ട്. എന്തായിരുന്നാലും ഈ രണ്ട് സഹാബിമാരെ വിളിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ഉടനെ മക്കായിലേക്ക് പോകുന്ന വഴിയിലൂടെ പുറപ്പെടുക. നടന്ന് ഏതാണ്ട് നിങ്ങൾ ഇത്ര ദൂരത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ, അതായത് റൗലത്തു ഖാഹ് എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമപ്രദേശം കാണും. ആ ഗ്രാമപ്രദേശത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു സ്ത്രീയെ കാണാൻ കഴിയും. ആ സ്ത്രീ തൻ്റെ ഒട്ടകപ്പുറത്ത് മക്കായിലേക്ക് പോകുന്ന പോക്കാണ്. അവളുടെ കയ്യിൽ നമ്മുടെ അതീവ രഹസ്യമായ നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന ഒരു കത്തുണ്ട്. ആ കത്തുമായി എത്രയും പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് തിരിച്ചു വരണം. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹും മിഖ്ദാദ് റളിയല്ലാഹു അൻഹും അലി സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹും വളരെ ശരവേഗത്തിൽ പുറപ്പെട്ടു. കാരണം മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ, പറഞ്ഞാൽ, ഒരു ദൗത്യം ആരെങ്കിലും ഏൽപ്പിച്ചാൽ ആ ജനതയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു അത്. അങ്ങനെ വലിയ അത്ഭുതമെന്ന് പറയട്ടെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ സ്ഥലത്തെത്തിയപ്പോൾ അത്ഭുതം, അവർ അങ്ങനെ മക്കായിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടു എന്നാണ്. അലി റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് പറഞ്ഞു, സഹോദരി, നീ എങ്ങോട്ടാണ്? ഞാൻ മക്കയിലേക്കാണ്. എന്തിനാണ് പോകുന്നത്? എൻ്റെ ബന്ധുക്കളുണ്ട് മക്കയിൽ, അവരെ കാണാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ നിൻ്റെ കയ്യിൽ മദീനായുടെ പരമരഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കത്തുണ്ട്, ആ കത്തിങ്ങോട്ട് എടുക്ക്. ആ സ്ത്രീ പറഞ്ഞു, കത്തോ? എൻ്റെ കയ്യിൽ കത്തൊന്നുമില്ല. ആരുടെ കത്ത്? ആർക്കുള്ള കത്ത്? എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീ വല്ലാത്ത ഒരു അഭിനയം അവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോക്കൂ, നിൻ്റെ ആ കളിയൊന്നും ഞങ്ങളോട് എടുക്കണ്ട. ഞങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞങ്ങളെ പറഞ്ഞയച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് ഞങ്ങളോട് നിൻ്റെ കയ്യിൽ കത്തുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ കയ്യിൽ കത്തുണ്ടാവാതിരിക്കാൻ യാതൊരു ന്യായവുമില്ല. ഞങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള കാര്യമാണത്, ഞങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള കാര്യമാണത്. അതുകൊണ്ട് നീ കത്തെടുക്കുന്നില്ലെങ്കിൽ നിനക്ക് പല പ്രയാസങ്ങളും നേരിടേണ്ടി വരും. മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് നിൻ്റെ ദേഹപരിശോധന നടത്തേണ്ടി വരും. ഞങ്ങൾ അങ്ങനത്തെ ഒരു സംസ്കാരക്കാരല്ല, പക്ഷേ എങ്കിലും അത് വേണ്ടി വരും. നീ അത് ഞങ്ങളെക്കൊണ്ട് ചെയ്യിക്കരുത് എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കും അദ്ദേഹത്തിൻ്റെ പ്രഭാവവും അദ്ദേഹത്തിൻ്റെ പ്രകൃതവും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള അറിവൊക്കെ അത്രമാത്രം ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആ പെണ്ണ് ഭയപ്പെട്ടു. അവൾ തൻ്റെ മുടിക്കെട്ടിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ഒരു തോലിൻ്റെ കത്ത് എടുത്ത് അവർക്ക് നീട്ടി. അവർ കത്ത് തുറന്നു നോക്കിയില്ല, തുറക്കാൻ നബി പറഞ്ഞിട്ടില്ലല്ലോ. അവർ കത്തുമായി ഇലാ ഹളറത്തി റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.